രാജ്യമെക്കാലത്തും ഓർത്തു വയ്ക്കപ്പെടുന്ന ജന്തർ മന്ദറിലെ ജൻസി പ്രക്ഷോഭത്തിന്റെ സമരവേദിക്ക് മുന്നിലാണ് ഞാനുള്ളത്. ഇവിടെ നിന്നാണ് ഇവർ സമരം ആരംഭിച്ചത്. ദില്ലിയുടെ ഹൃദയ ഭൂമിയാണ് യഥാർത്ഥത്തിൽ ജന്തർ മന്ദർ എന്ന് പറയുന്നത്. ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് സാക്ഷിയായ ഇടമാണ് ഇത്. ചരിത്രത്തിലേക്കാണ് ഈ പ്രതിഷേധം പോകുന്നതെന്നാണ് ഏറ്റവും പ്രധാനം. ഒന്നിന്റെയും പേരിൽ കുലുങ്ങില്ല എന്ന് പറഞ്ഞിരുന്ന, ഒന്നിന്റെയും പേരിൽ അടിച്ചമർത്താൻ കഴിയില്ല എന്ന് അവർ തന്നെ അവകാശപ്പെട്ട ഒരു സർക്കാർ 2014 അധികാരമേറ്റു. അപ്പോഴും അവർ വിചാരിച്ചിരുന്നു ഒരു കാലത്തും ഒരു കാറ്റിനും അവരെ താഴെയിടാൻ കഴിയില്ല എന്ന്. പക്ഷെ അതിന് പൂർണ്ണമായും വിരാമമിട്ടുകൊണ്ട് ജൻസി പ്രക്ഷോഭം നമ്മൾ കണ്ടു. വലിയ പ്രതിഷേധ കടൽ തന്നെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ ഇവിടെ ആർത്തിരമ്പി അടിച്ചത്. കുറേയധികം ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടം ഒരു പ്രസക്തമല്ലാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനെല്ലാം മറികടന്ന് സോനം വാങ്ചുക് എന്ന മനുഷ്യൻ ഇവിടെ എത്തി നിരാഹാര സമരമിരുന്നു. ഇവിടെ നിന്നും ഈ കാണുന്ന വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പൻ കാണിക്കുന്ന ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴും ഈ പ്രതിഷേധക്കാർ ഇവിടേക്ക് എത്തുന്നു, അവരാഘോഷിക്കുകയാണ്. ആദ്യം അവർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ചെങ്കിലും പിന്നീട് ഇപ്പോൾ ആഘോഷത്തിന്റെ കാഴ്ചകളാണ് കാണുന്നത്. എല്ലാത്തിനും കാഴ്ചയായ ഇടമായിരുന്നു ഈ വേദി. ഇവിടെ പ്രായ വ്യത്യാസമില്ലാത്ത ആളുകൾ ഈ പ്രതിഷേധത്തിന് വേണ്ടിയിട്ട് എത്തുന്നുണ്ട്. ഫൈറ്റ് सब चीज के लिए, अपने यहाँ भारत के लिए, अपने बच्चों के लिए हम लोग यहाँ पर आए हैं. ഭാരതത്തിന്റെ വിജയമാണ്, വിദ്യാർത്ഥികളുടെ വിജയമാണ്, ഓരോ കുട്ടികളുടെയും വിജയമാണ്, ഓരോ പൗരന്മാരുടെയും വിജയമാണെന്നാണ് അമ്മയുടെ വാക്കുകളിൽ നിന്നും കേട്ടത്. ഈ പ്രതിഷേധ വേദിക്ക് മുന്നിലാണ് ഞാനുള്ളത്. ഈ പ്രതിഷേധ വേദിയിൽ നിന്നായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് കെ രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. 22 ദിവസക്കാലം നിരാഹാര സമരം സോനം വാങ്ചുക് ഇരുന്ന ഇടവും ഇവിടെ നിന്നായിരുന്നു. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത ഇടവും ഇവിടെ നിന്നായിരുന്നു. ഈ ഇടം പൂർണ്ണമായും ഇപ്പോൾ ഒരു ഓർമ്മയായി മാറുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ പ്രവർത്തകർ അവരുടെ ചുമതല നിർവഹിച്ചതിന് ശേഷം, പ്രതിഷേധത്തിന് വിജയമുണ്ടായതിനു ശേഷം അവർ മടങ്ങുകയാണ്. മടങ്ങുമ്പോഴാണ് നമുക്ക് ഈ കാണുന്നത് പോലെ പ്രതിഷേധക്കാർ തന്നെ അവരിരുന്ന ഇടം ഇപ്പോൾ വൃത്തിയാക്കുന്ന ദൃശ്യങ്ങൾ, അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരിരുന്ന സ്ഥലമാണ്. സ്വാഭാവികമായി മറ്റൊരു പ്രശ്നവും ഇവിടെ ഇനി മറ്റുള്ളവർക്ക് ഉണ്ടാക്കരുത് എന്ന പ്രതിജ്ഞാബദ്ധമായ നിലപാട് സ്വീകരിച്ച് ഇവിടുന്ന് മാറ്റുന്ന കാഴ്ച നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഹെൽമറ്റ് ഒക്കെ ധരിച്ച് ഇത്തരത്തിൽ ചൂല് ഉപയോഗിച്ച് आपको फुल क्लीन करता है प्रोटेस्ट के बाद जीते के बाद फुल क्लीन ജയിച്ചു. സമരം ജയിച്ചതിന് പിന്നാലെയാണ് ശുചീകരണ പ്രക്രിയയിലേക്ക് ഏർപ്പെടുന്നതെന്നാണ് ഈ സമരക്കാർ ഓരോരുത്തരും പറയുന്നത്. ഇപ്പോൾ ഒരു മലയാളി കൂടി ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ സമരപ്പന്തൽ പൂർണ്ണമായും ഒളിച്ചു മാറ്റുന്നു, അത് വൃത്തിയാക്കുന്നു. ഇപ്പോൾ മലയാളി സാക്ഷ്യം വഹിക്കുകയാണ്. അതെ, എല്ലാ ദിവസവും ഇത് ആക്ച്വലി നോർമൽ ഒരു റുട്ടീനാണ്. ലൈക്ക് മോർണിംഗ് മുതൽ ഇതിങ്ങനെ റുട്ടീനായിട്ട് നടന്നുകൊണ്ടിരിക്കുക. എല്ലാ കുട്ടികളും രാവിലെ ഉറക്കൊഴുന്നേക്കുന്നു, വൃത്തിയാക്കുന്നു. അതിങ്ങനെ കംപ്ലീറ്റ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതൊന്നും ഇല്ലാത്തവരാണ് ജൻസുകൾ എന്നൊരു പൊതുവായിട്ടുള്ളൊരിതുണ്ട്. അത് ആക്ച്വലി ഉണ്ടായിരുന്നു. ഈവൻ നമുക്ക് എല്ലാവർക്കും ഒരു പൊതുവേ ഒരു ഉദാഹരണം ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറ്റി കുറിച്ചതാണ് ഈ സമരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അത് നമുക്കും ഒരു ഇന്ത്യയുടെ ഫ്യൂച്ചറിന് ഒരു ഹോപ്പ് തരുന്ന ഒരു പ്രതിഷേധമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ പോലുള്ള എല്ലാവരും വന്ന് പങ്കെടുത്തതും. എവിടുന്ന വരുന്നത്? നാട്ടിൽ തിരുവനന്തപുരം സ്വദേശിയാണ്. പേര്? അഞ്ജലി. തിരുവനന്തപുരം സ്വദേശി അഞ്ജലിയാണ് പറഞ്ഞത്. ജെൻസുകൾ അങ്ങനെ ഒന്നും അടങ്ങിയിരിക്കുന്നവരല്ല, അവർക്ക് ശുചിത്വമില്ലാത്തവരാണെന്നൊക്കെയുള്ള സ്വാഭാവികമായ ധാരണയൊന്നുമില്ല. ഇതെല്ലാം കൃത്യമായി അവർ പറയുന്നുണ്ട്. സമൂഹത്തിന് മുന്നിൽ വെക്കേണ്ട കാഴ്ചപ്പാടുകൾ അത് കൃത്യമായി മുന്നോട്ട് വെച്ച ഒരു പ്രക്ഷോഭത്തിന് പിന്തുണയുമായി ധാരാളം ആളുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തി. അതിനിപ്പോൾ ഒരു വിജയമുണ്ടായിരിക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അത് സംഭവിച്ചിരിക്കുന്നു. അതിന് പിന്നാലെ ഒരു സമരഭൂമി അത് പൊളിച്ചു മാറ്റുകയാണ്. എക്കാലം ഒരു ചരിത്രം ഓർത്ത് വെക്കപ്പെടുന്ന, ചരിത്രത്തിന്റെ പുസ്തകങ്ങളിൽ ഒരു താളായി മാറുന്ന രീതിയിലേക്ക് CJP പ്രക്ഷോഭം മാറുന്നു. CJP പ്രക്ഷോഭത്തിന്റെ ഈ വേദി ഇനി ഒരു ഓർമ്മയായി രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ, പൊതുസമൂഹത്തിനിടയിൽ, യുവാക്കൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ നിൽക്കുമെന്നതാണ് ഏറ്റവും പ്രധാനം. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ്, ഇൻ റിപ്പോർട്ടർ, ദില്ലി.